എല്ലാവർക്കും നമസ്കാരം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇതെങ്ങനെ വളരെ എളുപ്പത്തിലും അതുപോലെ ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 5 മീഡിയം വലിപ്പമുള്ള നെല്ലിക്കയാണ്. നെല്ലിക്ക നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം ജാറിലേക്കിട്ട് നല്ലതുപോലെ നരച്ചെടുക്കാം. ഇങ്ങനെ നെല്ലിക്ക അരച്ചെടുക്കുന്ന സമയത്ത് നെല്ലിക്ക നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരിഞ്ഞു കിട്ടാൻ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ ആ അളവിൽ വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം നമുക്കിത് അരച്ചെടുത്ത് വയ്ക്കാൻ. ഇവിടെ ഇപ്പോൾ നെല്ലിക്ക നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് രസത്തിനാവശ്യമായ ഒരു പുളിവെള്ളം തയ്യാറാക്കിയെടുക്കുകയാണ്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള നാരങ്ങയുടെ ആ ഒരു അളവിൽ പുളി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് 750 ml വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് തന്നെ പുളി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. പുളി ഏകദേശം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം. അങ്ങനെ നമ്മുടെ രസത്തിനാവശ്യമായ പുളിവെള്ളം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. കാരണം പുളി പിഴിഞ്ഞതിന് ശേഷം അതിലെ ബാക്കി വന്ന ആ ഒരു വേസ്റ്റ് എല്ലാം പ്രത്യേകം അരിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 8 കഷ്ണം വെളുത്തുള്ളി. അത് നമ്മളിവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ശേഷം അതോടൊപ്പം 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഉദ്ദേശം 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അതായത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാം നല്ലൊരു വാസന വന്നു തുടങ്ങണം. ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് മൂപ്പിക്കാം. ഇത്തവണ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലതുപോലെ മൂത്തൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് വഴറ്റാം. കുറച്ചധികം നേരം നമുക്കിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പുറത്ത് നല്ല മഴയാണ്. സൗണ്ട് ക്ലിയർ ആണോ എന്നറിയില്ല. എന്ത് തന്നെയായാലും ഇവിടെ നമ്മുടെ ഈ ഒരു തക്കാളി എല്ലാം അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ചെടുത്ത് വെച്ച ആ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ശേഷം 1 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നെല്ലിക്കയുടെ ആ ഒരു പേസ്റ്റ് കൂടുതൽ നേരം ഇളക്കി വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരിച്ച് മാറ്റി വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ നമ്മൾ ഈ രസം തയ്യാറാക്കാൻ എടുക്കുന്ന പുളിയുടെ അളവ് അത് നമ്മൾ എടുക്കുന്ന പുളിയുടെ പുളിപ്പിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് അതെല്ലാം കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം എടുക്കാൻ. അങ്ങനെ ഇവിടെ രസം ചെറിയ തോതിലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ രസത്തിൻ്റെ കൂട്ടുകളെല്ലാം കറക്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ രസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടുകും മറ്റും നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തീരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ മൂപ്പിക്കുക. ചെറിയ ഉള്ളി മൂത്ത് ചുവന്ന് ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കടുകും മറ്റും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കി മാറ്റി വെച്ച രസത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അസാധ്യ രുചിയുള്ള നെല്ലിക്ക രസം റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്.
ഇവിടെ നമ്മൾ 5 നെല്ലിക്കയാണ് ഈ ഒരു രസം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെല്ലിക്കയുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് 6ഓ 7ഓ അളവിൽ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.